ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കുന്ന അർജന്റീനയും ബ്രസീലിനെ കുറിച്ചാണ്. ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രണ്ട് ടീമുകളാണ് അർജന്റീനയും അതേപോലെ തന്നെ ബ്രസീലും. സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ അർജന്റീനയും ബ്രസീലും ഇതുവരെ ബ്രസീലിന് വേണ്ടിയിട്ട് 5 കപ്പുകളും അതേപോലെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് 3 വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഇവർക്ക് ഈ ഒരു 2026 വേൾഡ് കപ്പിൽ എന്താണ് ഇവരുടെ തേടി നിൽക്കുന്ന 32ാമത്തെ റൗണ്ട് മത്സരം? ഇപ്പോൾ ശരിക്കുള്ള വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. 32ാമത്തെ റൗണ്ട് റൗണ്ട് ഓഫ് 32 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഉള്ള മത്സരങ്ങളൊക്കെ ഗ്രൂപ്പുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 4-5 ഗ്രൂപ്പുകളുടെ മത്സരം കൂടി കഴിയാനുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഒരു ചിത്രം തെളിയാൻ പോവാണ്. ആരൊക്കെയാണ് ചിലപ്പോൾ വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു റൗണ്ട് ഓഫ് 32 തന്നെ. അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബ്രസീലിന് ഇപ്പോൾ ഓൾറെഡി ഫിക്സറിൽ സെറ്റ് ആയിരിക്കുകയാണ്. ജപ്പാനാണ് ബ്രസീലിന്റെ എതിരാളികൾ. ജപ്പാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ശക്തരായ സ്വീഡനെയും നെതർലാൻഡിനെയും സമനിലയിൽ തളച്ചു. അതേപോലെ തന്നെ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തിയിട്ട് 5 പോയിന്റുമായിട്ട് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ട് വേൾഡ് കപ്പിൽ യോഗ്യം നേടിക്കുക. അപ്പൊ തന്നെ തീപ്പാറിയ ഒരു പോരാട്ടമാണ്. എന്താണ് മൊറോക്കോനെ കാത്തിരിക്കുന്നത് നെതർലാൻഡും അതേപോലെ തന്നെ ബ്രസീലിനെ കാത്തിരിക്കുന്നത് ജപ്പാനാണ്. അപ്പോ അപ്പോ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ മാത്തമെറ്റിക്സ് ഉണ്ടല്ലോ, എക്കണോമിസ്റ്റ്, അയാൾ പറഞ്ഞ ആ ഇതിലേക്ക് എന്താ പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ നെതർലാൻഡ് കപ്പടിക്കും, പോർച്ചുഗലിനെ പരാജയപ്പെടുത്തും. അതേപോലെ തന്നെ റൗണ്ട് ഓഫ് 32 ബ്രസീലിനെ അട്ടിമറിച്ച് ജപ്പാൻ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്ന പറഞ്ഞ് കണ്ടു തന്നെ അറിയണം. എന്താണെന്ന് പറഞ്ഞാൽ ബ്രസീൽ ഇപ്പം മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ മൊറോക്കോ ആയിട്ട് സമനില നേടിയാലും ബാക്കിയുള്ള 2 മത്സരങ്ങളും ഗംഭീര വിജയമാണ് നേടിയിട്ടാണ് അവർ. വിനീഷ്യസിന്റെ ചിറകിലേറിയിട്ടാണ് ബ്രസീലിന്റെ മുന്നോട്ട് പോക്ക്. അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ ആദ്യ മത്സരത്തിൽ മൊറോക്കോ ആയിട്ട് 1-1 സമനിലയിൽ തളച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഹേറ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രസീലിന്റെ കാര്യം തീർന്നു. പക്ഷെ അടുത്ത മത്സരത്തിൽ ഹെയ്റ്റിയെയും സ്കോട്ട്ലാൻഡിനെയും 3-0 പരാജയപ്പെടുത്തിയിട്ട് അവർ വമ്പൻ തിരിച്ചുവരവാണ്. ഗ്രൂപ്പിൽ 7 പോയിന്റുമായിട്ട് 1ാം സ്ഥാനക്കാരായിട്ടാണ്. ഈ 1ാം സ്ഥാനക്കാരായപ്പോൾ തന്നെ അടുത്ത ഗ്രൂപ്പിൽ നിന്ന് ജപ്പാനെയാണ് എതിരാളിയെ കിട്ടി. നോക്കുമ്പോൾ വിനീഷ്യസിന്റെ മിന്നും പ്രകടനം തന്നെയാണ്. 3 മത്സരത്തിലും മാൻ ഓഫ് ദി മാച്ച് നേടി, 3 മത്സരത്തിലും ഗോൾ അടിച്ചിട്ടാണ് ബ്രസീലിന് വേണ്ടിയിട്ട് മിന്നും പ്രകടനമാണ് ഈ ചങ്ങായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടിയിട്ട് മാത്യു കുഞ്ഞും അതേപോലെ തന്നെ ഒരു ബ്രസീലിന്റെ സ്ക്വാഡിൽ ഉള്ള എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. എടുത്തു പറയേണ്ട അവരുടെ ഡിഫൻസ് തന്നെയാണ്. ഗോളുകൾ വഴങ്ങാൻ ഭയങ്കര വേണ്ടി ആകെ ഒരു ഗോളുകൾ മാത്രമേ ഈ 3 മത്സരങ്ങളിൽ നിന്ന് വഴങ്ങിയുള്ളൂ മൊറോക്കോയ്ക്കെതിരെയുള്ള മത്സരത്തിൽ. ബാക്കി അത്രയും കിടലൻ ഗോൾ കീപ്പിംഗ് അതേപോലെ തന്നെ ഡിഫൻസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഡിഫൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രസീൽ റൗണ്ട് ഓഫ് 32ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പൊ അതിൽ നെയ്മർ ജൂനിയർ ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് മത്സരത്തിൽ കുറച്ച് നേരം മാത്രമാണ് ആൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടായിരുന്നു ലോകത്തെമ്പാടുമുള്ള ബ്രസീൽ ഫാൻസും അതേപോലെ തന്നെ നെയ്മർ ജൂനിയറിന്റെ ഫാൻസും കാത്തിരുന്നത്. ഫുട്ബോൾ ലോകം ഒന്നായിട്ട് കാത്തിരുന്നുണ്ട് ഈ ചങ്ങായിയുടെ ഒരു വരവിനായിട്ട്. എന്താ പറഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മെസ്സിയും അതേപോലെ തന്നെ എംബാപ്പയും ഹാലണ്ടും റൊണാൾഡോ ഒക്കെ ഗോളുകൾ അടിച്ചുകൂട്ടി അവരുടെ രാജ്യത്തിന് വേണ്ടി അവരുടെ ഫാൻസിന് വേണ്ടിയിട്ട് മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിന് വേണ്ടിയിട്ട് ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും കാത്തിരിപ്പ് നെയ്മർ ജൂനിയർ. എന്താ പറഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, അവിടെ റഫീനി ഉണ്ട്. റഫീനി ഇപ്പോൾ പരിക്കായിട്ട് പുറത്താണ്. പക്ഷേ ഈ ഒരു സുൽത്താന്റെ തിരിച്ചുവരവിനായിരുന്നു കാത്തിരുന്നത്. എന്താ പറഞ്ഞാൽ അത്രയും ഇമോഷണലാണ്. 981 ദിവസങ്ങൾ ആ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കാതെ പുറത്തിരുന്ന ഒരു പ്ലെയർ, ആ ഒരു എന്താ പറയാ, ആ ഒരു ഇമോഷണൽ വേറെ ലെവൽ തന്നെയാണ്. അത് കാത്തിരുന്നവർക്ക് മാത്രമേ മനസ്സിലാവാൻ പറ്റുള്ളൂ. അത്രമാത്രം വേദന അനുഭവിച്ചു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീൽ കണ്ടിട്ടുണ്ട് നെയ്മറിന്റെ ആ ഒരു ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന ആ ഒരു ഇഞ്ചുറി നടന്ന സമയത്ത് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായി. എത്രമാത്രം വേദന സഹിച്ചിട്ടാണ് ആ ചങ്ങായി. അതും ഒരുപാട് ട്രോളുകളും ഇതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് ട്രോളുകൾക്കും എന്താ പറയാ പരിഹാസങ്ങൾക്ക് ഇതിനായിട്ടുണ്ട്. ആള് 78ാം മിനിറ്റിൽ ഇറങ്ങി വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും എന്താ പറഞ്ഞാല് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമില്ല. 3 ഗോളിന് വിജയിച്ച് നിൽക്കുകയാണ്. പിന്നെ ഒരു കളി സ്ലോ ഡൗൺ ആയിട്ട് കളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൗണ്ടിൽ നടപ്പിലാക്കി. എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ എന്തായാലും സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നെയ്മറിന്റെ മാജിക്കിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബ്രസീലും ജപ്പാനുള്ള മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തായാലും ജപ്പാനെ മറികടന്ന് ബ്രസീൽ അടുത്ത റൗണ്ടിൽ കയറും തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. അത് നമുക്ക് കാത്തിനാണ്. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ വേൾഡ് ചാമ്പ്യന്മാരായ അർജന്റീനയെ കുറിച്ചാണ് പറയാനുള്ളത്. അർജന്റീനയ്ക്ക് എതിരാളികളായിട്ട് ആരാ വരിക ചോദിച്ചാൽ ഇപ്പോഴും അതിന് തീരുമാനമായിട്ടില്ല. എന്താ പറയുക, ഞാൻ ഇന്ന് തലേദിവസം രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി പുലർച്ചെ നടക്കുന്ന മത്സരത്തിലാണ് ഇതിന്റെ റിസൾട്ട് അറിയാം. സ്പെയിൻ വേഴ്സസ് ഉറുഗ്വ ഗംഭീരമായ ഒരു പോരാട്ടമാണ്. ഇന്ത്യൻ സമയം ഏകദേശം 5:30 പുലർച്ചെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അറിയുള്ളൂ ഇതിന്റെ റിസൾട്ട്. എന്തായാലും നാളെ ഈ വീഡിയോ ഇറങ്ങുന്നതിനോടുകൂടി തീരുമാനമായിരിക്കും ആരായിരിക്കും എതിരാളികൾ. 3 ടീം വരാൻ ചാൻസ് ഉണ്ട്. സ്പെയിൻ വരാൻ ചാൻസ് ഉണ്ട്, കേപ്പ് വെർഡെ വരാൻ ചാൻസ് ഉണ്ട്, സൗദി അറേബ്യ വരാൻ ചാൻസ് ഉണ്ട്, ഉറുഗ്വ വരാൻ ചാൻസ് ഉണ്ട്. 3 ടീമുകൾക്കും വരാൻ ചാൻസ് ഉണ്ട്. സ്പെയിൻ ആവാനും ചാൻസ് ഉണ്ട് റൗണ്ട് ഓഫ് 32. അർജന്റീനയുടെ എതിരാളികൾ അതേപോലെ തന്നെ ഉറുഗ്വ ആവാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ കേപ്പ് വെർഡെ ആവാൻ ചാൻസ് ഉണ്ട്. സൗദി അറേബ്യ ആയിട്ടുള്ള കേപ്പ് വെർഡെയുടെ മത്സരത്തിൽ കേപ്പ് വെർഡെ വിജയിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ സ്പെയിനും ഉറുഗ്വ മത്സരത്തിൽ സ്പെയിന് സമനിലയോ അല്ലെങ്കിൽ സ്പെയിന് പരാജയപ്പെടുകയോ ചെയ്താൽ ഭയങ്കര ടെസ്റ്റാണ്, എന്തും സംഭവിക്കാം. അപ്പോൾ കാത്തിരുന്ന് തന്നെ എല്ലാ അർജന്റീന ആരാധകരും അതിലേക്ക് ഉറ്റുനോക്കുകയാണ് നാളെ രാവിലെ പുലർച്ചെ നടക്കാൻ പോകുന്ന മത്സരം. അപ്പോൾ ആ ഒരു മത്സരത്തെക്കുറിച്ചാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ആരായിരിക്കും അർജന്റീനയ്ക്ക് എതിരാളികൾ റൗണ്ട് ഓഫ് 32? ചിലപ്പോൾ കേപ്പ് വെർഡെ ആവാം,
ചിലപ്പോൾ ഉറുഗ്വ ആവാം. നോർമലി ഇപ്പോൾ ഫിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്ന രീതിക്കാണ് ഉറുഗ്വയാണ് കാണും. പക്ഷേ കേബർഡ് സൗദിയെ എന്താ പറയാ അട്ടിമറിക്കും, അല്ലെങ്കിൽ സൗദി അറേബ്യയെ പരാജയപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ പറയുക, ഗോൾഡ് ചെയ്ത സമനിലയിലും അതേപോലെ തന്നെ ശക്തരായ ഉറുഗ്വയെ 2-2 എന്താ പറയാ, ഉറുഗ്വയായിട്ടുള്ള കളി കാണണം. കേബർഡയുടെ മിന്നും ഫെമൻ എന്താ പറഞ്ഞാല് സ്പെയിനിനെതിരെ അവർ ഡിഫൻസീവ് ആണ് കളിയെടുത്തെങ്കിൽ ഉറുഗ്വയ്ക്കെതിരെ അവർ തീപ്പാറിയ ഒരു പോരാട്ടം തന്നെ എടുത്ത് അങ്ങനെ 2-2 സമയത്ത് 2 പോയിന്റാണ്. എന്താ പറഞ്ഞാൽ അവര് തോൽവി അറിഞ്ഞിട്ടില്ല, അവര് തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികളാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ഇനി സൗദി അറേബ്യ എന്റെ അഭിപ്രായത്തിൽ സിമ്പിൾ ആയിട്ട് ഇവർ അടിച്ചിട്ട് 3-2 5 പോയിന്റ് ആയിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അത് സ്പെയിനും ഉറുഗ്വ മത്സരത്തിന്റെ വിധി വന്നാലേ അറിയുള്ളൂ. അങ്ങനെ അർജന്റീനയ്ക്ക് ഇവർ ആരായിരിക്കും എതിരാളികളെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതിപ്പോ എന്തായാലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഉറുഗ്വ ആയിട്ട് തന്നെ വരാനുള്ള ചാൻസ് തോന്നുന്നുണ്ട്. ചിലപ്പോൾ കേപ്പട്ടി ആയിരിക്കും. കേപ്പട്ടി ആവാൻ ഒരു ചാൻസ് കൂടുതലാണ് ഉറുഗ്വയെക്കാളും കൂടുതൽ. എന്താ പറഞ്ഞാൽ ഉറുഗ്വയ്ക്ക് ഒരു സമനില ആയി കഴിഞ്ഞാലും പോയിന്റ് ടേബിളിൽ അതേപോലെ തന്നെ ഗോൾ ശരാശരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആകെ കൺഫ്യൂഷൻ അടിച്ചൊരു സംഭവമാണ്. അപ്പൊ അർജന്റീനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവര് 2 മത്സരങ്ങൾ വിജയിച്ച് 6 പോയിന്റുമായിട്ട് ഗ്രൂപ്പിൽ എന്താ പറഞ്ഞാല് അൾജീരിയയെ പരാജയപ്പെടുത്തി, അതേപോലെ തന്നെ ഓസ്ട്രിയയെ പരാജയപ്പെടുത്തി. ഇനിയുള്ളത് ജോർദാനാണ്. ജോർദാന് എത്രമാത്രം ശക്തിയുള്ള അവരാന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം വിജയിച്ചിട്ട് 9 പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക്. മെസ്സിയുടെ നിറവിലാണ് ഇപ്പൊ 5 ഗോളുകളാണ് മെസ്സി എടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെ 2 ഗോളുകളും അതേപോലെ തന്നെ അൾജീരിയക്കെതിരെ ഹാട്രിക് നേടിയിട്ട് മെസ്സിയുടെ മിന്നും പ്രകടനത്തിലാണ് കാത്തുനിൽക്കുന്നത്. അപ്പോൾ മെസ്സിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനും കാര്യങ്ങളുണ്ട്. പക്ഷേ മെസ്സിയെ പൂട്ടണമെങ്കിൽ മറ്റുള്ളവരെല്ലാവരും പൂട്ടണം എന്നുള്ള കാര്യം, ഒരു 10 പേരെയും പൂട്ടണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണ് ഈ കളി പോയിക്കൊണ്ടിരിക്കുന്നത്. മെസ്സി എത്രമാത്രം പൂട്ടിക്കഴിഞ്ഞാലും മെസ്സിക്കുള്ള ആ ഒരു ഗോൾ പോസ്റ്റിലേക്കുള്ള വിടവ് തുറന്നു കൊടുക്കാൻ അവരുടെ പോരാളികൾ റെഡിയാണ്. അതാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ വിജയം. മറ്റുള്ള ടീമുകളൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യം അതാണ്. ആ ഒരു ചങ്ങായിക്ക് വേണ്ടിയിട്ട് മൊത്തമായിട്ട് അർജന്റീന 10 പേരും ഒരുമിച്ച് ആ ഗ്രൗണ്ടിൽ പോരാടുന്നുള്ള കാര്യമാണ്. ഇപ്പോഴും അവിടെ ഒരു പ്രശ്നം നിൽക്കുന്നത് ലൗട്ടോ മാർട്ടിനസും അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടുള്ള, അപ്പോൾ എന്താ പറയുക, എന്റെ അഭിപ്രായത്തിൽ ഊലിയാൻ അൽബേഴ്സിനെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കണം എന്നുള്ളതാണ്. ലൗതാറോനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കുക. എന്താ പറഞ്ഞാൽ കളിയുടെ ഇനി എന്തുകൊണ്ടാണ് സ്കൊളോണി ആ ഒരു തന്ത്രം എടുക്കുന്നതെന്ന് ചിലപ്പോൾ സ്കൊളോണിക്കും ആ മെസ്സിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്തായാലും കേപ്പ് ആയിരിക്കും അർജന്റീനയുടെ എതിരാളികളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്പെയിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കാനാണ് ചാൻസ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.